ആരോഗ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധത്തിലെ ദൃശ്യങ്ങളിൽ തർക്കം തുടരുന്നു. കൂടുതൽ പ്രവർത്തകർ അടുത്തേക്കെത്തിയില്ലെന്ന് വാദിച്ച് ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KSU. മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമെന്ന് MP ജയരാജൻ. സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുന്നു. മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ആരോപണ പ്രത്യാരോപണം തുടർന്ന നേതാക്കൾ. CPM-ന്റേത് കള്ളപ്രചാരണമെന്ന് VD സതീശൻ. ഇല്ലാത്ത ഒരു കള്ളക്കഥയുണ്ടാക്കി പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടത്തുന്ന കാര്യം ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അവരിപ്പോൾ ആരോഗ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസം മാത്രമാണ്. കാരണം അവരഭിനയിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉറച്ചു പറയുന്നു 100%. മന്ത്രിക്ക് നേരെ നടന്നത് ഗുണ്ടായിസമെന്ന് MP ഗോവിന്ദൻ. ഇത് ബോധപൂർവ്വം ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസാണ് നടത്തുന്നത്. ക്രിമിനലിസമാണ് സംഘടിപ്പിക്കുന്നത്, ഗുണ്ടായിസാണ്. ആ ഗുണ്ടായിസം നടത്തുന്ന ആളുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിവിലിരുന്ന് കയറി വരികയാണ്. ഒന്നാമത്തെ വെച്ച് വന്നു, രണ്ടാമത്തെ വെച്ച് വന്നു. അങ്ങനെ 2 പേജാണ് അവർക്ക് ചെയ്തിട്ടുള്ളത്. ഷംസീർ തയ്യാറാക്കിയ തിരക്കഥയെന്ന് KSU. ഡോക്ടർമാരുടെ OP ബഹിഷ്കരണ സമരം ജനത്തെ ബാധിക്കില്ലെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി. സമരത്തിന്റെ പേരിൽ രോഗികൾക്ക് ആരോഗ്യ സേവനം നിഷേധിക്കപ്പെടരുത്. അവശ്യ ആരോഗ്യ സേവനം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും ഹൈക്കോടതി. KK ശൈലജയെയും ഷംസീറിനെയും നികേഷ് കുമാറിനെയും മുകേഷിനെയും മത്സരിപ്പിക്കേണ്ടെന്ന് CPM ജില്ലാ ഘടകങ്ങൾ. മട്ടന്നൂരിൽ VK സനോജിനെയും തലശ്ശേരിയിൽ കാരായി രാജനെയും കൊല്ലത്ത് ജയമോഹനെയും മത്സരിപ്പിക്കാൻ നിർദ്ദേശം. അന്തിമ തീരുമാനം സംസ്ഥാന സമിതിയുടേത്. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയും കാസർഗോഡ് ഷാനവാസ് പാദൂരും ഉദുമയിൽ CH കുഞ്ഞമ്പുവും മത്സരിക്കും. ഇസ്രായേലിൽ ചരിത്രമായി നരേന്ദ്രമോദിയുടെ സന്ദർശനം. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും കാണും. പ്രതിരോധ രംഗത്ത് നിർണായക സഹകരണത്തിന് തീരുമാനങ്ങളുണ്ടാകും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ സഹകരണവും ചർച്ചയ്ക്ക്. രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടയും വിവാഹിതരായി. ചടങ്ങുകൾ ആന്ധ്രാപ്രദേശിലെ പരമ്പരാഗത രീതിയിൽ. കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രം ചടങ്ങിന്. വൈകിട്ട് കൊടവ നൽകൽ ചടങ്ങ്. T20-യിൽ ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. സെമിയിൽ കടക്കണമെങ്കിൽ സിംബാബ്വെക്കെതിരെ വൻ ജയം അനിവാര്യം. സഞ്ജു കളിച്ചേക്കും. ഇന്നത്തെ ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സര ഫലവും ഇന്ത്യക്ക് നിർണായകം.